മാസാവസാനം ആയിക്കഴിഞ്ഞാൽ പെട്ടിയൊക്കെ എടുത്ത് ഇങ്ങനൊരു യാത്ര അതൊരു പതിവാണ് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ MTCCയിൽ തന്നെയാണ് എൻ്റെ യാത്ര. കടൽ നോക്കിയേ എത്ര ശാന്തമായിട്ടാണ് ഇന്ന് ഇന്ത്യൻ ഓഷൻ ഒഴുകുന്നത്. എന്താ എനിക്ക് വല്ലാത്ത പ്രണയം തോന്നുന്നു നിന്നോട്. അങ്ങനെ നമ്മൾ ഫെറി കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഫുൾ സീറ്റ് ഞാനും ഉണ്ണിയും കൂടി അങ്ങ് എടുത്തു കേട്ടോ. എന്താ പരിപാടി, കിടന്നുറങ്ങാതെ തന്നെ. കാരണം 1 മണിക്കൂർ എടുക്കും ഇത് മാലിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ മാത്രമല്ല കേട്ടോ, അതിലുള്ള എല്ലാ പാസഞ്ചേഴ്സും ഒട്ടുമിക്ക എല്ലാവരും ഇരുന്നും കിടന്നൊക്കെയാണ് മാലിയിലോട്ട് എത്തുക. പിന്നെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അപ്പം വാള് വയ്ക്കും. അതുകൊണ്ട് കിടന്നുറങ്ങുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ മാലയിലോട്ടാണ് വന്നത് എന്തിനാ, നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ ഐലൻഡ് ലൈഫിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രോപ്പറായ രീതിയിൽ പോഷകാഹാരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഐലൻഡിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും കിട്ടത്തില്ല കേട്ടോ. പിന്നെ വിലയാണെങ്കിലോ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് മാസാവസാനം ആകുമ്പോൾ എല്ലാം വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്യാറാണ്. പിന്നെ വിലയെക്കുറിച്ച് പറയുമ്പോൾ പണ്ട് ഞാൻ വന്ന സമയത്ത് 19 റുപ്പി ഉണ്ടായിരുന്ന പാലിനിപ്പോൾ 35 റുപ്പി ആയിട്ടോ. അപ്പോൾ എത്രത്തോളം, പാലിന് മാത്രമല്ല പല സാധനങ്ങൾക്കും, പ്രത്യേകിച്ച് ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഒക്കെ ഇപ്പോൾ തീ പിടിച്ച വിലയാണ് ഇപ്പോൾ ഇവിടെ. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കരിക്കും വെള്ളം കുടിക്കാമെന്ന് കരുതി. ഇവിടെ ഇതിനെ കുറുമ്പ എന്നാണ് കേട്ടോ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറുമ്പ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്. ഉണ്ണിക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ണിക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ണിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ എൻ്റെ മകളായതുകൊണ്ടായിരിക്കും അങ്ങനെ കരിക്കും വെള്ളം കുടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ ആ ചേട്ടൻ വെട്ടി തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിരുന്ന് കുടിച്ചു. താൽക്കാലികമായി നമ്മൾക്ക് ഒരാശ്വാസം കിട്ടി. അതിനുശേഷം നമ്മൾ നേരത്തെ ഫിഷ് മാർക്കറ്റിലോട്ടാണ് പോയത് കേട്ടോ. മീൻ വാങ്ങേണ്ട ഉദ്ദേശം എന്തായാലും എനിക്കില്ല, ഞാൻ വെറുതെ വന്നു എന്നേ ഉള്ളൂ. കാരണം ഈ മീനൊക്കെ പെട്ടിയിൽ കൊണ്ടുവന്ന കാര്യം ആലോചിക്കാൻ കൂടി വയ്യ. അവിടെ വന്നപ്പോൾ കൂന്തലുണ്ടായിരുന്നു, പിന്നെ കുറേ ഫിഷ് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. എനിക്കിവിടെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് കണ്ണലിയാണ്. അതായത് നമ്മുടെ യെല്ലോ ഫിൻ ട്യൂണ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദേ ഒരു മീൻ, പിടയ്ക്കണ മീൻ, നമ്മുടെ ഐലേനെ പോലത്തെ ഒരു മീനായിരുന്നേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിത് ടാക്സിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അതായത് പല ഐലൻഡുകളിലും കാറ് കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ഐലൻഡ് പ്രത്യേകിച്ചില്ല. കാരണം അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല കേട്ടോ. ഇങ്ങനെ മാലയിലോട്ട് വരുമ്പോഴാണ് നമ്മൾ കാറിലുള്ള ആ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നത്, കാറൊക്കെ കാണുന്നത് കേട്ടോ. അങ്ങനെ കാറിന് വേണ്ടി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. അവസാനം ഒരു ടാക്സി കിട്ടി, അതിൽ കയറി നമ്മൾ നേരെ ഫെറിയുടെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഈ ഒരു ഐലൻഡ് ലൈഫ്. കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇവിടം. ഇന്നിൻ്റെ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഐലൻഡിൽ ജീവിക്കുന്നതെങ്കിൽ പോലും പല കാര്യങ്ങളിലും അവരൊരുപാട് വർഷം പിറകിലോട്ടാണെന്ന് തോന്നിപ്പോകും. ആദ്യം വന്ന സമയത്ത് ഞാനതൊക്കെ കണ്ടിട്ട് ആശ്ചര്യം ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഫെറിയുടെ അങ്ങോട്ടേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫെറിയുടെ അടുത്തെത്തി. നേരെ കയറിയിട്ട് ഒരു സീറ്റ് മൊത്തത്തിൽ അങ്ങ് എടുത്തു. ഇനി കുറച്ച് നേരം കിടന്നുറങ്ങണം. കാരണം ഈ ഫെറിയിൽ 1.5 മണിക്കൂർ എടുക്കും നമുക്ക് ഐലൻഡിലേക്ക് എത്താൻ. എല്ലാവരും ഉറക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും ഉണ്ണിയും കൂടി എന്തായാലും ഒന്ന് വിശ്രമിക്കട്ടെ. പിന്നെ വീഡിയോ ആദ്യം